ഹായ് ഫ്രണ്ട്സ്, പോണ്ടിച്ചേരിയിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ നമ്മുടെ പ്ലാന് രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള അമ്പലം, പള്ളി അങ്ങനെയുള്ള ദേവാലയങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങളുടെ റൂമിന് തൊട്ട് തന്നെയുള്ള അമ്പലമായിരുന്നു. അവിടുന്ന് രാവിലെ പ്രസാദമൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരത്തിലുള്ള കോവിലും 2 പള്ളിയും കൂടെ കാണാനായിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് പോണ്ടിച്ചേരിയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിനായകർ ടെമ്പിളിലേക്കാണ്. മനക്കുള വിനായകർ ടെമ്പിൾ എന്നാണ് ഈ ടെമ്പിളിൻ്റെ പേര്. ഈ ക്ഷേത്രത്തിൽ സ്വർണ്ണരഥം വലിച്ചുകൊണ്ട് തങ്ങളുടെ പ്രാർത്ഥന നിറവേറ്റാൻ ഭക്തർ പ്രത്യേകം താല്പര്യപ്പെടാറുണ്ട്. പിന്നീട് ഞങ്ങൾ പോയത് അവർ ലേഡി ഓഫ് ഇമ്മാക്കുലേറ്റ് കോൺസെപ്ഷൻ കാത്തഡ്രലിലേക്കാണ്. ഈ പള്ളിയുടെ മുന്നേ ഉണ്ടായിരുന്ന പേര് സെൻറ്റ് പോൾസ് പള്ളി എന്നാണ്. നല്ല ഭംഗിയുള്ള ആൾത്താരൊക്കെ ഉള്ള ഒരു പള്ളിയാണിത്. പുതുച്ചേരിയിലെ ഏറ്റവും പഴക്കം ചെന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ പള്ളി. പുതുച്ചേരി സന്ദർശന വേളയിൽ മദർ തെരേസ ഈ പള്ളിയിൽ സന്ദർശിച്ചിട്ടുണ്ട് അത്രേ. പിന്നീട് സാക്രഡ് ഹാർട്ട് ബസിലിക്കയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന പള്ളി. 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പള്ളിയാണ് ഇതും. ഇവിടെ 20 ഇടവക വൈദ്യരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പള്ളി പ്രവർത്തിക്കുന്നത്. ഇതും വളരെ ഭംഗിയുള്ളൊരു പള്ളിയായിരുന്നു. അതിനുശേഷം നമ്മൾ ഭക്തിമാർക്കൊക്കെ വിട്ടിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ നെക്സ്റ്റ് സ്പോട്ടായിട്ടുള്ള വൈറ്റ് ടൗണിലേക്ക് തിരിച്ചു. ഫ്രഞ്ച് ടൗണ്, വൈറ്റ് ടൗൺ എന്നെല്ലാം അറിയപ്പെടുന്ന ഈ ഒരു ഏരിയ നമുക്ക് നിറയെ ഫോട്ടോസ് എടുക്കാനുള്ള ലൊക്കേഷൻസ് ഉള്ള ഏരിയയാണ്. അപ്പോൾ നിറച്ച് ഫോട്ടോ എടുത്ത് കൂട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു അത് കൂടെ പോകുമ്പോഴുള്ള ലക്ഷ്യം. 17th സെഞ്ച്വറിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതാണ് ഈ ഒരു ഫ്രഞ്ച് കോളനി. ഒത്തിരി കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്സും നിറയെ കഫേസും നിറഞ്ഞൊരു ഏരിയയാണ് വൈറ്റ് ടൗണ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കുറച്ച് റീൽസൊക്കെ അവിടെ നിന്ന് എടുത്തതിന് ശേഷം വീണ്ടും റോക്ക് ബീച്ചിലേക്ക് പോയി. കുറച്ച് നേരം റോക്ക് ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ സെക്കൻഡ് ഡേയിലെ മെയിൻ ഹൈലൈറ്റ് സ്പോട്ടായിട്ടുള്ള ഓറോവില്ലയിലേക്ക് ഞങ്ങൾ തിരിച്ചു. ഓറോവിൽ പുതുച്ചേരിക്ക് സമീപത്തുള്ള ഒരു അന്തർദേശീയ ടൗൺഷിപ്പാണ്. 1968 മിറ അൽഫാസ ഇവിടുത്തുകാർ ദ മദർ എന്ന് വിശേഷിപ്പിക്കുന്ന അവരാണ് ഈ പ്രദേശം സ്ഥാപിച്ചത്. ലോകമെമ്പാടുമുള്ള ആളുകൾ സമാധാനത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് ഓറോവിൽ അറിയപ്പെടുന്നത്. പുതുച്ചേരിയിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്ത പ്ലേസസിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു ഓറോവിൽ. പ്രകൃതിയുമായും ആത്മീയമായും മനുഷ്യ ഐക്യവുമായും ചേർന്ന ഒരു പ്രത്യേക ജീവിതശൈലി ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓറോവില്ലിലൂടെ നമ്മൾ നടക്കുമ്പോൾ പച്ചപ്പറന്ന മരങ്ങളും ശാന്തമായ വഴികളും പ്രകൃതിയോട് ഇണങ്ങിയ കെട്ടിടങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. വാഹനങ്ങളുടെ തിരക്കിൽ നിന്ന് അകന്ന് പക്ഷികളുടെ ശബ്ദവും തണലകുന്ന മരങ്ങളൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ കഴിയുക. ഓറോവില്ലിൻ്റെ ഹൃദയഭാഗത്താണ് പ്രശസ്തമായിട്ടുള്ള മാതൃമന്ദിർ അഥവാ ഈ ഗോൾഡൻ ഗ്ലോബ് സ്ഥിതി ചെയ്യുന്നത്. സ്വർണ്ണ നിറത്തിലുള്ള ഗോളാകൃതിയിലുള്ള ഈ നിർമ്മിതി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. സമാധാനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും പ്രതീകമായ മാതൃമന്ദിരം ഓറോവില്ലിൻ്റെ പ്രധാന ആകർഷണമാണ്. സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന സ്വർണ്ണ ഡിസ്കുകളാണ് ആ ഗ്ലോബിനെ അട്രാക്റ്റ് ആക്കുന്നത്. ഓറോവില്ലിലെ ജീവിതം വളരെ ലളിതവും പ്രകൃതിയോട് ചേർന്നതുമാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഒരുമിച്ച് ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു. ജൈവകൃഷി, പരിസ്ഥിതി സംരക്ഷണം, കൈത്തൊഴിലുകൾ, വിദ്യാഭ്യാസം, കലകൾ തുടങ്ങിയ മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യരുടെ ഐക്യവും സമാധാനപരമായ സഹവർത്തിത്വമാണ് ഓറോവില്ലിൻ്റെ പ്രധാന ലക്ഷ്യം. ഓറോവില്ലയിൽ നിന്ന് പോണ്ടിച്ചേരിയിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് കയറി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്ന സ്പോട്ട് ഈദൻ ബീച്ചിലേക്കാണ്. പുതുച്ചേരിയിലെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ് ഈദൻ ബീച്ച്. ഇവിടുത്തെ അന്തരീക്ഷം വളരെ ശാന്തവും മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. വൃത്തിയുള്ള ബീച്ചാണ്. നല്ല കടൽക്കാറ്റൊക്കെ ഇവിടെ വരുന്നവരെ കുറച്ച് അട്രാക്റ്റ് ചെയ്യും. രാവിലെ വന്നാൽ സൂര്യോദയമൊക്കെ കാണാൻ പറ്റും. വൈകുന്നേരം വന്നാൽ സൂര്യാസ്തമയം നല്ല മനോഹരമായിട്ട് ഈ ബീച്ചിലിരുന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫാമിലിയോടും ഫ്രണ്ട്സിനോടും കൂടെ സമയം ചെലവഴിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ബീച്ചിനോട് ചേർന്നുള്ള കുട്ടി കുട്ടി കടകളിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് ഫിഷ് ഐറ്റംസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് തിരിച്ചു. വഴിയിലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം റൂമിൽ പോയി നമ്മുടെ ബാഗൊക്കെ എടുത്ത് നമ്മുടെ വണ്ടി റിട്ടേൺ ചെയ്തു. തിരിച്ച് നമ്മൾ ബസ്സാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ പോണ്ടിച്ചേരി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഓർമ്മകളായിട്ട് അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. നന്ദി.